ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് 2025 ഏപ്രിൽ മാസം 29-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ ഓരോ ദിനവും അതിശയകരമായി അത്ഭുതകരമായി നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തുന്ന സർവശക്തന്റെ കരുണയ്ക്ക് കൃപയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഇസ്രയേലിന്റെ 2ാമത്തെ രാജാവിനെ ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. ദൈവം ശമൂവേലിനോട് പറയുകയാണ്, ഇസ്രയേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിനെ ഞാൻ നീക്കിയെന്നുള്ളത് നിനക്കറിയാം. അതോർത്ത് നീ എത്ര നാൾ വിഷമിക്കും? അതുകൊണ്ട് അടുത്ത രാജാവിനെ അഭിഷേകം ചെയ്യണം. അപ്പോൾ ശമൂവേൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനൊക്കെ ദൈവം തക്കതായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇതാ ശമൂവേൽ ബേത്ലഹേമിൽ എത്തുന്നു. അവിടെ നടന്ന യാഗത്തിലേക്ക് മൂപ്പന്മാർ മാത്രമല്ല ഇശായിയും ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ഇശായിയോട് പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ മിടുക്കന്മാരായ 7 ആൺമക്കളെ ഒന്നൊന്നായി ശമൂവേൽ പ്രവാചകന്റെ മുൻപിൽ കൊണ്ടുവന്നു. ദൈവം ശമൂവേലിനോട് കൃത്യമായി പറഞ്ഞു, ഇവരെ ആരുമേ അല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മേൽ തൈല അഭിഷേകം ചെയ്യരുത്. ഈ സന്ദർഭത്തിൽ അപ്പനായ ഇശായിയോട് ശമൂവേൽ പ്രവാചകൻ ചോദിച്ചതും തുടർന്ന് നടന്നതുമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി 11-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. ഒറ്റ വാക്കിൽ ഈ വാക്യത്തെ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തെ നമുക്കിങ്ങനെ അപഗ്രഥിക്കാം: സ്വന്തം പിതാവ് നമ്മെ മാറ്റി നിർത്തിയാലും, സ്വന്തം പിതാവ് നമ്മെ മറന്നാലും, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, തമ്പുരാൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. 7 ആൺമക്കളെ കൊണ്ടുവന്നിട്ട് ഒന്നും പറയാതെ ഇശായി നിന്നപ്പോൾ ഇതാ പ്രവാചകൻ പറയുകയാണ്, ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ കൊണ്ടുവരിക. അപ്പോഴാണ് പറയുന്നത്, ഇനി ഒരുത്തനുണ്ട്. അതൊരു പക്ഷെങ്കിൽ വളരെ വിഷമതയോടാണ് അവതരിപ്പിച്ചത്. കാരണം ബാക്കിയുള്ളവര് എല്ലാ അർത്ഥത്തിലും മിടുക്കന്മാരാണ്. ശൗലിന്റെ പട്ടാളത്തിലും ഒക്കെയുള്ള തടിമിടുക്കന്മാരാ. ആടിനെ മേയ്ക്കുകയാ. പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്, അവനൂടെ വരാതെ നമ്മൾ പന്തിക്കിരിക്കയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ മറന്നുപോകും, വിട്ടുകളയും. നമ്മിൽ നിന്നും പ്രാർത്ഥന, കരുതൽ, സ്നേഹം, പല സന്ദർഭങ്ങളിലായി നമ്മുടെ പല സേവനങ്ങൾ ലഭിച്ചവരൊക്കെ അവരവരുടെ കാര്യം വരുമ്പോൾ, അവരുദ്ദേശിച്ചതൊക്കെ നേടിക്കഴിയുമ്പോൾ അവർ നമ്മെ വിട്ടുപോകും. അത് ലോക സഹജമാണ്. എന്നാൽ ദാവീദിന്റെ ചിത്രം നോക്കിയാൽ ഇത് മറ്റാരുമല്ല, സ്വന്തം പിതാവായ
ഇശായി പോലും പ്രവാചകനോട് പറഞ്ഞില്ല, പ്രവാചക, ഒരു മകനുണ്ട്, ഞാൻ അവനെയും കൂടെ വരുത്തട്ടെ എന്ന് ചോദിച്ച് അവനെയും കൂടെ കൊണ്ടുവരുവാൻ മുതിരുകയല്ല. പ്രവാചകൻ അങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് പ്രവാചകൻ നിർബന്ധ ബുദ്ധിയോടെ പറയുകയാണ്, അവനെ ആളയച്ചു വരുത്തുക. അവനും കൂടെ വരാതെ പന്തിക്കിരിക്കയില്ല. നാം താഴോട്ടുള്ള 12, 13, 14 വാക്യങ്ങൾ വായിക്കുന്ന ഉടനെ, അതെ, ഈ സഹോദരന്മാരുടെ മുൻപിൽ ഇതാ ഈ ചെറുബാലനായ ദാവീദ്, ആട്ടിടെ ചെറുക്കൻ, ഓടി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ശമൂവേലിനോട് പറയുകയാണ്, ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പന്റെ മുമ്പിൽ അവൻ വെറും ആട്ടിടയനാണ്, സഹോദരന്മാരുടെ മുമ്പിൽ അവൻ ഇളയ കൊച്ചു പയ്യനാണ്, എട്ടാമനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ ഹല്ലേലൂയ, ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ആൺമക്കളെ, നിങ്ങളുടെ പെൺമക്കളെ നിന്ദിച്ച്, പഴിച്ച്, ദുഷിച്ച് സമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, കൂട്ടായ്മയിൽ നിന്നും, സഭയിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തിയത് ഈ ലോകത്തിന്റെ വെറും മനുഷ്യരാണ്. മറന്നു പോകരുത്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ അവരെത്രയോ വിലയുള്ളവരാണ്, മാന്യരാണ്, വിലയേറിയവരാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും അവർ എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ തഴഞ്ഞു കളഞ്ഞു, എന്നോട് പഴയ സ്നേഹമില്ല, എന്നെ അവർ ഒന്നിനും അടുപ്പിക്കുന്നില്ല, എന്നിൽ നിന്നും സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിച്ചിട്ട് അവർ എന്നെ ഒഴിവാക്കി, ഞാനിപ്പോ ഒറ്റപ്പെട്ടു എന്നൊക്കെ ഭാരപ്പെടുന്നുണ്ടോ? വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ നിങ്ങളോട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നൊരു സദ്വാർത്ത പറയട്ടെ. നിങ്ങൾക്കുള്ള അനുഗ്രഹം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ ലോക മനുഷ്യർ മാറ്റി നിർത്തിയാലും അവഗണിച്ചാലും തള്ളിക്കളഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി തൈലാഭിഷേകം ചെയ്യുവാൻ ശമൂവേലിനോട് പറയുമ്പോൾ ദാവീദിന് രാജ്യതന്ത്രങ്ങളൊന്നും അറിയത്തില്ല, യുദ്ധമുറകളൊന്നും അറിയത്തില്ല, വാള് പിടിച്ച ശീലങ്ങളൊന്നുമില്ല, രാജകൊട്ടാരത്തിലെ രഹസ്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഏറ്റവും പ്രാപ്തനാക്കി ഉയർത്തുവാൻ ദൈവം ദാവീദിനെ നിയോഗിച്ചു. എന്റെ നിങ്ങളുടെ കഴിവുകേട്, അറിവുകേട്, പോരായ്മ, ബലഹീനത സ്വർഗത്തിലെ ദൈവം ഏറ്റവും മൂർച്ചയേറിയ അമ്പാക്കി മാറ്റുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ തോറ്റ് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ വിദേശത്ത് പോകുവാനുള്ള എലിജിബിലിറ്റി എക്സാംസ് പലവിധങ്ങളിൽ OET-യോ RN-ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും എക്സാമുകൾ അടുപ്പിച്ചടുപ്പിച്ച് എഴുതിയിട്ടും വേണ്ട സ്കോർ ലഭിക്കാതെ നിരാശയിലാണോ? നിങ്ങൾ ആഗ്രഹിച്ച അഡ്മിഷൻ ലഭിച്ചില്ലയോ? നിങ്ങൾ നീറ്റ് എഴുതാൻ വേണ്ടി അങ്ങനെയുള്ള അഡ്മിഷന് വേണ്ട എലിജിബിലിറ്റി എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് വർഷം നഷ്ടപ്പെടുത്തിയ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പല പ്രാവശ്യം എത്തിയിട്ടും ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് റൗണ്ട് പോലും ജയിക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുണ്ടോ? അല്ല, വലിയ എക്സാമുകളായ CA, IPS, IAS, ACCA ഇങ്ങനെയുള്ള എക്സാമിനുകളിൽ ആവർത്തിച്ച് അപ്പിയർ ചെയ്തിട്ടും ലഭിക്കാതെ നിരാശയിലാണോ? ചില നിയമപ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടായിട്ടും വിജയം പ്രാപിക്കാതെ വിഷമത്തിലാണോ? എന്താണ് നിങ്ങളെ അലട്ടുന്നതും നിങ്ങളെ പലപ്പോഴും ഒരു വല്ലാത്ത ഡിപ്രഷനിലേക്ക് നയിക്കുന്നതുമായ വിഷയം? ഇങ്ങനെ ഈ നിലകളിലൊക്കെ ഭാരപ്പെട്ട് സങ്കടപ്പെടുന്ന
ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? അല്ല. നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടോ? നിങ്ങളെ വിട്ട് വിദൂരത്തായിരിക്കുന്ന മക്കളോ കുടുംബാംഗങ്ങളോ ഉണ്ടോ? സഹോദരങ്ങളെ, വിഷമിക്കണ്ട. ഈ ലോക മാതാപിതാക്കളും രക്തബന്ധങ്ങളും കൂട്ടായ്മക്കാരും സ്നേഹിതരും ചാർച്ചക്കാരും കൂട്ടുകാരും ഒക്കെ നമ്മളെ കൈവിടും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏത് കാട്ടിൽ ആര് തള്ളിക്കളഞ്ഞാലും ആ കാട്ടിൽ നിന്നും വിളിച്ചു വരുത്തി അഭിഷേക തൈലമൊഴിച്ച് ഇസ്രയേലിന്റെ രാജസ്ഥാനത്ത് ദാവീദിനെ എത്തിച്ചതുപോലെ നമ്മുടെ അനുഗ്രഹത്തെ സ്ഥാനത്തെത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, ഞാനും നിങ്ങളും വിളിക്കുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിൽ വീഴ്ചകളോ പരാജയങ്ങളോ പോരായ്മകളോ പാപഭംഗിലമായ അവസ്ഥകളോ ഒക്കെ ഉണ്ടായേക്കാം. അവയെല്ലാം നിരുപാധികം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയോടെ അടുത്തു വരിക. എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ ദൈവം മതിയാവനാ. ഒരു വാക്കൂടെ ചേർത്ത് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ ചിന്ത അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും നടത്തുവാൻ മതിയായവനാ. നിരാശയിൽ സങ്കടത്തിൽ വിഷമത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, എത്ര പഴകിയതും എത്ര അസാധ്യവുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ഒരു ആട്ടിടയെ ചെറുക്കനെ ഇസ്രയേലിന്റെ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാൻ തമ്പുരാൻ പദ്ധതിയിടുകയും പിതാവ് പോലും ആ മകനെ കുറിച്ച് പ്രവാചകനോട് പറയാതിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ വിളിച്ചു വരുത്തി സഹോദരങ്ങളുടെ മുമ്പേ പിതാവിന്റെ മുമ്പേ ബേത്ലഹേമിൽ യാഗത്തിന് വന്ന മൂപ്പന്മാരുടെ മുൻപിൽ അഭിഷേക തൈലമൊഴിച്ച് ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവാക്കി നിയോഗിച്ചുവെങ്കിൽ ദൈവ പൈതലെ, നമ്മുടെ അനുഗ്രഹത്തെ പിടിച്ചുകെട്ടുവാൻ തളച്ചിടുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആ അനുഗ്രഹം നമ്മുടെ മേൽ തന്നെ വരും. അങ്ങനെ ജീവജലം ശ്രവിക്കുന്ന ഏവരും സ്വർഗീയ അഭിഷേകത്താൽ അനുഗ്രഹീതരായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ, നിങ്ങളുടെ കാത്തിരിപ്പിന്മേൽ, നിങ്ങളുടെ ഉപവാസത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ച് ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടയ ചെറുക്കനായിരുന്ന ദാവീദിനെ ദൈവിക പദ്ധതി അനുസരിച്ച് ശമൂവേൽ പ്രവാചകനിൽ കൂടെ അഭിഷേക തൈലമൊഴിച്ച് ഇസ്രയേലിന്റെ രാജസ്ഥാനത്തേക്ക് എത്തിച്ച ദൈവത്തിന്റെ വലിയ രക്ഷാകരമായ പദ്ധതി ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. സ്വന്തം പിതാവും സഹോദരങ്ങളും കുടുംബത്തിലുള്ളവരെ മാറ്റി നിർത്തി അവഗണിച്ചു പറയുവാൻ മടിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ ഓർത്തു. ഞങ്ങളെ ആര് മറന്നാലും, ഞങ്ങളെ ആര് മാറ്റി നിർത്തിയാലും ഞങ്ങളെ മറക്കാത്ത, ഹല്ലേലൂയ, ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളുമായി വേദനകളുമായി ഇതായി പ്രഭാതത്തിൽ നിന്റെ മക്കൾ അടുത്തു വന്നിരിക്കുന്നു. അവരെ കാണണമേ, അനുഗ്രഹിക്കണമേ. ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ സ്വർഗീയ അഭിഷേകത്താൽ നിറച്ച് എല്ലാ നന്മകളാലും പൊതിഞ്ഞ് ദൈവകൃപയോടെ കരം പിടിച്ച് നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദാവീദിനെ അഭിഷേകം ചെയ്ത് നിയോഗിച്ച് ദൈവകൃപയോടെ പരിപാലിച്ചുവെങ്കിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്നും, ഇശായുടെ കുറ്റിയിൽ നിന്നും യഹൂദയുടെ സിംഹമായി വന്ന, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും രക്ഷകനായ യേശു കർത്താവ് എന്നെയും നിങ്ങളെ വിടുവിക്കുവാനും കരുതുവാനും
നടത്തുവാനും മതിയായവനാ. ആ കർത്താവ് ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തന്റെ സ്വർഗീയ കൃപകളാൽ നിറയ്ക്കട്ടെ. എല്ലാ നന്മകളും ചൊരിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെ ദിനമായി കർത്താവിന്റെ എല്ലാ നന്മകളും നമ്മുടെ മേൽ ചൊരിഞ്ഞ് സന്തോഷത്തോടെ കാത്തുപരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.